അസ്സലാമു അലൈക്കും. നമ്മളെ ഇന്നത്തെ കുഞ്ഞു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അത് രാവിലെ തന്നെ നൂൽപുട്ടിനുള്ളതൊക്കെ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അതിൻ്റെ ഇടയ്ക്ക് തന്നെ സോയാബീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് അതും അവിടെ പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഉപ്പേരിക്കുള്ളത് അരിഞ്ഞിട്ട് അതും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ സോയാബീൻ പൊരിച്ചിട്ട് ആ ചട്ടിയിൽ തന്നെ കടുക് പൊട്ടിച്ചിട്ട് ഉപ്പേരിയും അതിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നൂൽപുട്ടിനുള്ളതൊക്കെ വച്ച് പാത്രമൊക്കെ കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികളെ സ്നാക്സും ഇതൊക്കെ ആക്കി കൊടുക്കലിന് ശേഷം അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ സ്നാക്സ് പറയണ്ട, ഒരു 2-3 ബിസ്ക്കറ്റോ എന്താണെന്ന് വെച്ചാൽ 2-3 അതിൽ വെച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ അവർക്കത് വലിയ കുട്ടികളൊക്കെ ആയി, ഇപ്പോൾ കുഞ്ഞാറ്റ 6ാം ക്ലാസ്സിലൊക്കെ ആയി. പക്ഷേ അത് കൊണ്ടുപോയി ശീലമായിട്ട് പിന്നെ അവർക്കിപ്പോൾ കൊണ്ടുപോകാതാവുമ്പോൾ എന്തോ ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ സ്നാക്സ് വേണമെന്ന് നിർബന്ധം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു 2-3 അതിൽ വെച്ച് കൊടുക്കും കേട്ടോ. പിന്നെ അവരെ വെള്ളവും കാര്യങ്ങളും അതൊക്കെ സെറ്റാക്കി വെച്ച് അവരെ കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് വേണം നൂൽപുട്ടുണ്ടാക്കി വെക്കാൻ വിചാരിച്ചിട്ടാട്ടോ. പിന്നെ മദ്രസ വിട്ടിട്ട് 8 മണി ആവുമല്ലോ വരാൻ. അങ്ങനെ. അപ്പോൾ ബാക്കിയുള്ള ബിസ്ക്കറ്റൊക്കെ പാത്രത്തിൽ വെച്ച് ഇന്നലെ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് അങ്ങനെ വാങ്ങിയതാട്ടോ, ബേക്കറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവിടെ ബാക്കിയുള്ളതൊക്കെ സെറ്റാക്കി വെച്ച് പിന്നെ ഇതാ നമ്മൾ സോയാബീൻ പൊരിച്ചിട്ട് വേണം അതിൽ പയറുപ്പേരി ഉണ്ടാക്കാനായിട്ട്. പിന്നെ എന്തായാലും നമ്മൾ രാവിലെ നീക്കുമ്പോൾ രാവിലെ എന്താ കടി ഉണ്ടാക്കുക എന്നുള്ള ഒരു ചിന്തയിലാവൂലേ. പിന്നെ എല്ലാ വീട്ടിലും അങ്ങനെ തന്നെ കേട്ടോ. പെണ്ണുങ്ങൾ അവർക്കാണല്ലോ ഇപ്പോൾ ആ ഒരു ജോലിയുള്ളൂ. അപ്പോൾ അവരെ ചിന്ത അതാവും, ഇപ്പോൾ ഇന്നെല്ലാം ഉണ്ടാക്കിയ കടി ഇപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് എന്താ ഉണ്ടാക്കുക, കുട്ടികൾ എന്താ തിന്നുക, കുട്ടികൾക്ക് ഇഷ്ടമുള്ളത് വേണ്ടേ നമുക്ക് ഉണ്ടാക്കുക. അപ്പോൾ ഭർത്താക്കന്മാരുള്ളതാണെങ്കിൽ ഭർത്താക്കന്മാരെന്താ തിന്നണേ, അവർക്ക് എന്താ ഇഷ്ടം അത് നോക്കിയിട്ട് വേണ്ടേ അവർക്ക് ഭക്ഷണവും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇപ്പോൾ അങ്ങനെ ആരും ഇല്ലാത്തതുകൊണ്ട് 2 കുട്ടികൾ മാത്രമല്ലേ ഉള്ളൂ. അവരിപ്പോൾ ഇവിടെ ഇല്ലല്ലോ, സലാലയിലാണ് കേട്ടോ, അവിടെ ഹോട്ടലാണ് കേട്ടോ പണി. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 3 മാത്രമേ ഉള്ളൂ. അങ്ങനെയൊക്കെയാണ് നമ്മൾ കുഞ്ഞു വിശേഷങ്ങൾ. പിന്നെ നമ്മളെ മനസ്സിലെ പ്രയാസങ്ങളും വിഷമങ്ങളും ഇതൊക്കെ മാറണത് നമ്മൾ പെണ്ണുങ്ങൾ അടുക്കളയിൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുമ്പോഴാട്ടോ. അപ്പോൾ നമ്മൾ ആ ജോലിയിൽ മുഴുകിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കുറേയൊക്കെ ഒരു ഇതുണ്ടാവില്ല. പിന്നെ നമുക്ക് ആലോചിക്കാൻ സമയം ഉണ്ടാവില്ല. ഇനിയിപ്പോൾ രാവിലെ ആണെങ്കിൽ രാവിലത്തെ കടി എന്താ, ഉച്ചക്കാണെങ്കിൽ ഇനിയിപ്പോൾ ചോറിക്ക് എന്താ കറി, അങ്ങനത്തെ ചിന്തകളൊക്കെ ആവും. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ഉച്ചക്കൊക്കെ ഒന്ന് റെസ്റ്റ് എടുക്കാൻ കിടക്കുന്ന സമയത്താവും അടുത്ത ആലോചനകൾ വരിക. അപ്പം നമ്മൾ ആർക്കും ഇപ്പോൾ വിഷമങ്ങളും പ്രയാസങ്ങളൊന്നും ഉണ്ടാവാതിരിക്കില്ല. പക്ഷേ അപ്പം നമ്മളെക്കാട്ടി പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുന്ന ആൾക്കാരെ ഒന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. പടച്ചോന് ഇത്രയൊന്നും നമ്മളെ ബുദ്ധിമുട്ടിക്കണില്ലല്ലോ, ചെറിയ പ്രയാസങ്ങളല്ലേ ഉള്ളൂ. ഇപ്പോൾ നമ്മളെക്കാട്ടിയൊക്കെ അനുഭവിക്കുന്ന എത്ര ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് നമ്മളെ മനസ്സിനൊന്ന് സമാധാനിപ്പിച്ചാൽ മതി കേട്ടോ. ഞാൻ അങ്ങനെയായിട്ടാണ് ചെയ്യൽ. പിന്നെ കുറേയൊക്കെ നമ്മളെ ഉമ്മമാരുണ്ടെങ്കിൽ ഉമ്മമാരോട് പറഞ്ഞിട്ട് ആശ്വാസമില്ല, ഉമ്മമാരെ സാരമില്ല ഒക്കെ ശരിയാവും, പഠിച്ചുണ്ടല്ലോ എന്ന് നമ്മളെ ഇങ്ങനെ ആക്കൂലല്ലോ എന്നൊക്കെ അവരിങ്ങനെ സമാധാനിപ്പിക്കുമ്പോൾ നമുക്ക് ഒരു സമാധാനം കിട്ടൂലേ. അങ്ങനെയൊക്കെ ഓരോ പ്രയാസങ്ങളെ കൂടെ ആവും ഓരോ വീട്ടമ്മമാരും ഇങ്ങനെ മുന്നോട്ട് പോകണത്. അപ്പം നമ്മളിതാ നൂൽപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ നൂൽപ്പൊടിൻ്റെ അച്ചിൽ നിറച്ചിട്ട് റെഡിയാക്കാനായിട്ടാ. ഈ പൊടി ഇപ്പോൾ ഞാൻ പുതിയത് വാങ്ങിയതാട്ടോ. ഇതിന് മുന്നൊരു ദിവസം നൂൽപ്പൊട്ടി ഈ പൊടിയായിട്ട് ഉണ്ടാക്കിയപ്പോൾ ഒരു അബദ്ധം പറ്റി. അത് ഞാൻ എന്നും ഉണ്ടാക്കണ അത്ര തന്നെ വെള്ളം അതിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുഴച്ചപ്പോൾ അത് കുറച്ച് വെള്ളം ഏറിപ്പോയിട്ട്. അത് ചില പൊടിയുടെ പ്രത്യേകം, ചില പൊടിക്ക് തോനെ വെള്ളം ഒഴിച്ചിട്ട് വേണം അത് കുഴച്ചിട്ട് ഇതാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് നേരം കുഴച്ച് വെച്ചാൽ അതൊരു ബലം പിടിച്ച പോലെ ഉണ്ടാവും. പക്ഷെ ചില പൊടിക്കാണെങ്കിലോ കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ചിട്ട് കുഴച്ചാൽ അത് നല്ല സോഫ്റ്റും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു പൊടിയാണ്. ഇതിന് കുറച്ച് വെള്ളം മതി. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ എന്തായാലും നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ പൊടി 2-3 ദിവസം മുന്നേ ഉണ്ടാക്കിയപ്പോൾ കുറച്ച് വെള്ളം ഏറിയിട്ടുണ്ട്. എന്താ അപ്പോൾ ഒരു പിളിവിളിങ്ങനെ അതിനെ കുട്ടികൾക്ക് ഇഷ്ടമല്ല, അവർ കുറച്ചൊരു ബലത്തിൽ ഇതാവണതാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ നമ്മൾ നൂൽപ്പൊട്ടൊക്കെ അത് അവിടെ സെറ്റായി കൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതിലത്തെ കറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലത്തെ ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ. അത് അവർക്ക് ഉണ്ടാക്കാനുള്ള കറി ഉണ്ട് കേട്ടോ. അപ്പം ഞാനത് ഒന്നുകൂടി ഒന്ന് ചൂടാക്കി റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ട് എനിക്ക് മീൻ കറി ഇട്ട്, എനിക്ക് നൂൽപുട്ടിൽക്കും പുട്ടിൽക്കൊക്കെ മീൻ കറിയാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ മീൻ കറിയായിട്ടാണ് കൂട്ടിയത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ പയറുപ്പേരി ഇവിടെ റെഡി ആവുന്നുണ്ട്. അപ്പോൾ എന്നും ഒരു ഒന്നാട്ട കൊടുത്തയക്കലുള്ളൂ. ഒന്നെങ്കിൽ സോയാബീൻ അല്ലെങ്കിൽ വല്ല ഉപ്പേരി അങ്ങനെയൊക്കെ കൊടുത്തയക്കൽ, അല്ലെങ്കിൽ പപ്പടം പൊരിച്ചത് അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ വഴുതനങ്ങ പൊരിച്ചത്, കയ്പ്പൊക്കെ പൊരിച്ചത് അങ്ങനെയൊക്കെ ഏതെങ്കിലും ഒന്നാ കൊടുത്തയക്കലുള്ളൂ. പക്ഷെ ഇന്ന് 2 തരം വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നേരത്തെ തന്നെ ഉപ്പേരി ആയപ്പോൾ അങ്ങനെ ഉപ്പേരി വെച്ച് സോയാബീൻ മാത്രമേ ഉണ്ടാക്കണുള്ളൂ. പിന്നെ ഞാൻ ഉപ്പേരി അരിഞ്ഞ് വെച്ചതാണല്ലോ, അപ്പോൾ അതാണ് ഉണ്ടാക്കി വെക്കുക. അപ്പോൾ കുട്ടികൾക്കും കുറച്ച് കൊടുത്തയക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മളെ നൂൽപുട്ടൊക്കെ നല്ല സെറ്റായി. അപ്പോൾ നമ്മളെ ഗ്രീൻ പീസ് കറി ചെയ്തിട്ടോ, കുറച്ച് തന്നെ ഉള്ളൂ. അവർക്ക് ഇപ്പോൾ രാവിലെ കൂട്ടാൻ തന്നെ ഉള്ളൂ കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് നമ്മളെ മക്കൾ ഇതാ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർ സ്കൂളിൽ പോകണമെങ്കിൽ ഇപ്പോൾ സമയം 9:10 ആയിട്ടുള്ളൂ കേട്ടോ. അവർ സ്കൂളിൽ പോകുന്ന സമയത്ത്. പക്ഷെ വണ്ടി വരെ എപ്പോഴാണെന്ന് അറിയാം, 9:40. അതുവരെ അവർക്ക് ഈ റോട്ടിൽ ഇങ്ങനെ വന്ന് നിൽക്കണം. ഇനി കറക്റ്റ് സമയത്ത് പോയാൽ മതി കാരണം അവർ കേൾക്കില്ല. അങ്ങനെ അവരൊക്കെ പോയിട്ട് ഇതാ ചോറ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഗ്യാസ് പ്ലാനായിട്ട് വെച്ചുള്ള റേഷനരിയാണ്. അപ്പോൾ അത് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ മാന്തൽ പൊരിക്കാണ്ടായിരുന്നു, അപ്പോൾ അതും പൊരിച്ചിട്ടാണ്.
പിന്നെ കറി പിന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് തിളപ്പിച്ച് വെച്ചിട്ട കറി. നമ്മളെ വട്ടക്കണ്ണനായിരുന്നു കേട്ടോ. അയിലക്കണ്ണ എന്നും പറയും, ഇവിടെ ഈ ഭാഗത്തൊക്കെ വട്ടക്കണ്ണൻ എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ അത് കറി തേങ്ങ അരച്ച് കറി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ. അപ്പോൾ ആ കറി ഉണ്ട്. അപ്പോൾ ഞാൻ മാന്തളും പൊരിച്ച് പിന്നെ പയറുപ്പേരി ഉണ്ടല്ലോ, അതൊക്കെയാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ ഉച്ചക്കത്തെ വിഭവങ്ങൾ. അപ്പം നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത്. എന്നൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എത്രയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.